സർക്കാർ രൂപീകരണം വേഗത്തിലാക്കാൻ എൻ.ഡി.എ നരേന്ദ്രമോദിയെ നേതാവായി എൻ.ഡി.എ യോഗം തെരഞ്ഞെടുത്തു. എൻ.ഡി.എ സംഘം ഇന്ന് രാഷ്ട്രപതിയെ കാണില്ല. ആർ.എസ്.എസ് മേധാവി മോഹൻ ഭാഗവതും ദില്ലിയിലേക്ക് വരികയാണ്. നിർണായക എൻ.ഡി.എ യോഗം ദില്ലിയിൽ പൂർത്തിയായി. അതേസമയം 7 സ്വതന്ത്ര എംപിമാരുടെ പിന്തുണ ബി.ജെ.പിക്ക് ലഭിച്ചു. വിവരങ്ങളുമായി ജിൽബി ദില്ലിയിൽ നിന്നും ചേരുകയാണ്. ജിൽബി, നേരത്തെ വന്ന വാർത്ത ഇന്ന് രാത്രി തന്നെ, അതായത് സമയം പോലും പറയുകയുണ്ടായി, 7:30ക്കും 8:30ക്കും ഇടയിൽ രാഷ്ട്രപതിയെ കണ്ടുകൊണ്ട് സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിക്കുമെന്നായിരുന്നു എൻ.ഡി.എ കേന്ദ്രങ്ങളിൽ നിന്നും വന്ന വാർത്തകൾ. അതെന്തുകൊണ്ടാണ് മാറിയത്? ഇന്ന് രാഷ്ട്രപതിയെ കാണില്ല എന്നൊരു തീരുമാനം എന്തുകൊണ്ടാണ് ഉണ്ടായത്? ശ്രമം വൈകുന്നു എന്നാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നേരത്തെ രാഷ്ട്രപതിയെ ഇന്ന് വൈകിട്ട് തന്നെ കണ്ട് ഈ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുമെന്നായിരുന്നു ബി.ജെ.പി അറിയിച്ചിരുന്നത്. മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശവാദവുമായി ഇന്ന് എൻ.ഡി.എ കത്ത് നൽകുമെന്നും ആയിരുന്നു റിപ്പോർട്ട്. പക്ഷേ അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു തീരുമാനം മാറ്റി എന്നുള്ള വിവരം പുറത്തുവരുന്നത്. അതിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വിവരങ്ങൾ വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്തിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ, സഖ്യകക്ഷി നേതാക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ അവർ മുമ്പോട്ട് വെച്ച ങ്ങളിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടായില്ല എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാവുന്നത്. അത്തരത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ രാഷ്ട്രപതിയെ കാണുന്ന മാറ്റേണ്ടി വന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് സഖ്യകക്ഷി നേതാക്കളായ തുടങ്ങിയ നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇവർ മുമ്പോട്ട് ഉപാധികളൊക്കെ വെച്ചിരുന്നു. അതായത് ആന്തരിക സാമ്പത്തിക പാക്കേജ് ചുരുങ്ങിയത് 3 ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം, 2 സഹമന്ത്രി സ്ഥാനം എന്നിവ. അതുപോലെ തന്നെ നിതീഷ് കുമാർ ബീഹാർ പ്രത്യേക പദ്ധതി ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം, സഹമന്ത്രി നേതാക്കൾ ചിരാഗ് പസ്വാൻ, ഏകനാഥ് ഷിൻഡെ എന്നിവരും ക്യാബിനറ്റ് മന്ത്രിസ്ഥാനമൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ ഇതിലൊക്കെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് നിലവിൽ ഈ സർക്കാർ രൂപീകരണ അവകാശവാദം ഉന്നയിക്കുന്നതിൽ ഇപ്പോൾ ഒരു വൈകിപ്പിക്കൽ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മറ്റന്നാളത്തേക്ക് കൂടിക്കാഴ്ച മാറ്റി എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതേസമയം ഈ 2ാം മോദി മന്ത്രിസഭയിലെ അംഗങ്ങൾ, മോദി മന്ത്രിസഭയിലെ പുതിയ മന്ത്രിസഭ അംഗങ്ങൾക്ക് വൈകിട്ട് ഒരുക്കിയിട്ടുണ്ട് എന്ന് ഇപ്പൊ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും കേവല ഭൂരിപക്ഷം ഇല്ലാതിരിക്കുക, അതുപോലെ തന്നെ സഖ്യകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അതായത് ഒറ്റയ്ക്ക് ബി.ജെ.പിക്ക് കേവല ഭൂരിപക്ഷമില്ല, അത് തികയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സഖ്യകക്ഷികൾ വൻതോതിൽ വിലപേശുന്ന ഒരു സാഹചര്യമുണ്ട്. ടി.ഡി.പിയും അതുപോലെ ജെ.ഡി.യുവും ഒക്കെ വലിയ പദവികളാണ് ആവശ്യപ്പെടുന്നത്. ഒരു വേള വാർത്ത പുറത്തു വന്നത് ടി.ഡി.പി സ്പീക്കർ സ്ഥാനമടക്കം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അത്തരത്തിൽ വലിയ വിലപേശലുകളാണ് നടത്തുന്നത് എന്നാണ്. ഒപ്പം ഈ എൻ.ഡി.എയിലെ തന്നെ ഇപ്പോൾ നേരത്തെ തന്നെ എൻ.ഡി.എയുടെ ഭാഗമായിരുന്ന കക്ഷികൾ പോലും അത്തരത്തിൽ വലിയ വലിയ ഡിമാൻഡുകൾ ഈ എൻ.ഡി.എ യോഗത്തിൽ ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. അതുതന്നെയാകും ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ മന്ത്രിസഭാ രൂപീകരണത്തിനൊരു കീറാമുട്ടിയാകാൻ സാധ്യത, അല്ലേ ജിൽബി? തീർച്ചയായും നീലും. അതായത് 10 വർഷം പ്രധാനമന്ത്രി ആയപ്പോഴും അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ മോദിക്ക് മുന്നിലുള്ളത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം മറ്റ് സഖ്യകക്ഷി നേതാക്കളൊക്കെ അത്രത്തോളം വലിയ ഉപാധികളൊക്കെ തന്നെയാണ് വെക്കുന്നത്. കാരണം നിലവിൽ അവർ ഉന്നയിച്ചിരിക്കുന്ന ഈ സ്ഥാനങ്ങളൊക്കെ, അതായത് ആഭ്യന്തരം, ധനം, വിദേശകാര്യം എന്നീ സ്ഥാനങ്ങളൊക്കെ മോദിയെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പി നേതാക്കൾക്ക് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ തന്നെ വെക്കുക എന്നുള്ളതാണ് താല്പര്യം. പക്ഷേ മറ്റുള്ളവർ ഇത്തരത്തിലുള്ള ഉപാധികൾ മുമ്പോട്ട് വെക്കുകയും ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇവരുടെ ഉപാധികളൊക്കെ അംഗീകരിച്ച് ഒരു സർക്കാർ രൂപീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ബി.ജെ.പി എത്തി നിൽക്കുകയാണ്. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്നും തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്ന് രാഷ്ട്രപതിയെ കാണില്ല. ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഈ യോഗം ചേർന്നതിന് ശേഷം ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെ മറ്റന്നാൾ കൂടിക്കാഴ്ച നടത്തുന്നതായിട്ട് വീണ്ടും ചർച്ചകൾ നടത്തി അതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമായിരിക്കും ഇനി ബി.ജെ.പി നടത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നീലിമ.